നൻപികളെ നെയ്യാറ്റിൻകര ഗോപന്റെ സമാധിക്ക് ശേഷം എന്നെ എത്രത്തോളം ചിരിപ്പിച്ചൊരു വാർത്തയായിരുന്നു ചാലക്കുടി ഫെഡറൽ ബാങ്കിലെ ഒരു മോഷണം. കാര്യം ഭാര്യ പേടി കാരണം നടത്തിയേക്കുന്ന ഒരു മോഷണമാണ്. സ്വന്തം ഭാര്യനെ ഇത്രത്തോളം ഭയഭക്തി ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു ഭർത്താവിനെ ഈ അടുത്ത കാലത്ത് നമുക്ക് കാണാൻ കിട്ടൂല. എന്തിനേറെ പറയുന്നത്, കണ്ണീർ സീരിയലുകളിൽ പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് തന്നെയാണ് എനിക്ക് ചില സംശയങ്ങൾക്ക് വഴിയൊരുക്കിയത്. കാര്യം എന്ന് വെച്ചാൽ, സ്വന്തം ഭാര്യനോടുള്ള പേടി കാരണം ഒരാൾ ഇത്തരത്തിലുള്ള ഒരു ക്രൈം ചെയ്യുമോ? അതും പട്ടാപ്പകല് ഒരു ബാങ്കിൽ കയറിയിട്ട് ഇത്രയും വലിയൊരു കൊള്ള നടത്തുമോ? അത്രയ്ക്കും പേടിയാണോ ആ ഒരു ഭാര്യനെ? എനിക്കറിയാൻ മേലാത്തോടെ ചോദിക്കുകയാണ്. ആൻഡ് നിങ്ങൾ ഇതിനെപ്പറ്റിയുള്ള വിഷയങ്ങളൊക്കെ ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് നമ്മുടെ മച്ചാൻ്റെ ആദ്യത്തെ മോഷണമല്ല. ഓക്കെ, ആദ്യത്തെ മോഷണമല്ല. എന്തായാലും ഇയാളുടെ ആണെങ്കിൽ ഒരു മോഷണത്തിന് മോട്ടീവായിട്ടുള്ള കാര്യം ഞാൻ ഇങ്ങോട്ട് വെക്കാം. ബിജു ഏകദേശം ഒരു മാസം നീണ്ട തയ്യാറെടുപ്പ് റിജോ നടത്തിയിരുന്നു. എങ്ങനെയാണ് ഈ ഒരു തീരുമാനമെടുത്തത്? പോലീസ് ചോദിച്ച സമയത്ത് ഭാര്യ ഏപ്രിൽ വരികയാണ്, മകളുടെ രണ്ടാമത്തെ മകളുടെ ആദ്യ കുർബാന സ്വീകരണം മെയ് മാസം നടക്കാനിരിക്കുകയാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഭാര്യ വരുന്നുണ്ട്. അപ്പോൾ ഈ വീട് 2.5 വർഷം മുമ്പ് വാങ്ങിയതാണ്. ഏകദേശം 10 സെന്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുമുള്ള വീടാണ്. വളരെ നല്ല രീതിയിൽ നല്ല ചുറ്റുപാടോടുകൂടി ജീവിച്ചിരുന്ന ആളാണ് റിജോയും കുടുംബവും. ഇരുവരും നേരത്തെ ഗൾഫിലായിരുന്നു. അങ്ങനെ കോവിഡ് കാലത്താണ് ഇവർ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. റിജോയുടെ ജോലി പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വരികയും ഭാര്യ പിന്നീട് നഴ്സിംഗ് ജോലിക്ക് വേണ്ടി വീണ്ടും വിദേശത്ത് പോയി. അങ്ങനെ ഭാര്യ അധ്വാനിക്കുന്ന പണം കൃത്യമായി ഓരോ മാസവും റിജോയ്ക്ക് അയച്ചു കൊടുക്കും. ലോൺ എടുത്തിട്ടുണ്ട്, ആളുകളിൽ നിന്ന് വായ്പ വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം കടം വീട്ടാൻ വേണ്ടി ഭാര്യ വിദേശത്ത് നഴ്സിംഗ് ജോലി എടുക്കുന്നു, അധ്വാനിക്കുന്നു. ഇവിടെ പക്ഷേ റിജോ കൂട്ടുകാരുമൊത്ത് മദ്യപിച്ച് കുറച്ചുകൂടി ദൂർത്തടിച്ച് ആ പണം ചെലവഴിക്കുന്നു. അങ്ങനെ വന്ന സമയത്ത് 10 ലക്ഷം രൂപയോളം ഭാര്യ അറിയാതെ ഈ ക്രയവിക്രയം ചെയ്തിട്ടുണ്ട്. ആളുകളിൽ നിന്ന് കൈവായ്പ വാങ്ങിയിട്ടുണ്ട്. അന്നനാട് സ്വദേശിയിൽ നിന്ന് ഏകദേശം 2,94,000 രൂപ കൈവായ്പ വാങ്ങിയിരുന്നു. അങ്ങനെ പല ആളുകളിൽ നിന്ന് ഏകദേശം 10 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. എങ്ങനെ ഈ 10 ലക്ഷം രൂപ സംഘടിപ്പിക്കും? ഭാര്യ ഏപ്രിൽ വരുന്നതിന് മുമ്പ് എങ്ങനെ ഭാര്യയോട് ഈ കാര്യം സമാധാനം പറയും? എന്ത് തന്നെയാലും 10 ലക്ഷം അടിയന്തരമായി ഉണ്ടാക്കണം. ഈ ഒറ്റ ചിന്തയായിരുന്നു റിജോയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ റിജോ ചിന്തിച്ചപ്പോൾ മനസ്സിൽ വന്ന ഒരു കാര്യമാണ് ബാങ്കിൽ ചെന്ന് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ക്യാഷ് കൗണ്ടറിൽ നിന്ന് പണം അടിച്ചു മാറ്റുക. അതിനുവേണ്ടി കണ്ടെത്തിയത് പോട്ട ചെറുപുഷ്പ തീർത്ഥകേന്ദ്രത്തിന്റെ എതിർവശത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2:15 ഈ കവർച്ച നടത്തിയത്. ഇതിനും ഇപ്പൊ അയാൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഭാര്യ നാട്ടിൽ വന്നു കഴിയുമ്പോൾ 2 കൂമ്പിനടി കൊണ്ടാൽ മതിയായിരുന്നു. കാര്യം ഈ ലോകം മൊത്തം അറിയുകയും ചെയ്ത് ഇയാൾ ഇങ്ങനെ ഒരു മോശം നടത്തിയത് ഭാര്യയ്ക്ക് മൊത്തം നാണക്കേട് പോയി. അപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എടി ഈ ഒരു ഇത്രയും ദൂരത്തടിച്ച് നടന്ന ഓക്കെ, ഇതൊക്കെ ആണെങ്കിൽ ഭാര്യയോട് പറയണം ഇത്രയും ദൂരത്തൊക്കെ അടിച്ച് ഇത്രയും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്കെ, ആ ഭാര്യയെ പേടി, അതായത് ഭാര്യയെ പേടി കാരണമാണെങ്കിൽ ഒരു മോഷണം നടത്താനും മാത്രമുള്ള ധൈര്യം അയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, സത്യത്തിൽ അയാൾ ദൂർത്തടിച്ച് കിടന്ന പൈസ എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ രീതിയിലായിരിക്കും പോയിട്ടുണ്ടാവുക? എനിക്കിങ്ങനെ തോന്നിയൊരു സംശയമാണ്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഇയാൾ നടത്തിയേക്കുന്ന ഈ ഒരു മോഷണ ശ്രമത്തിന്റെ ആ ഒരു രീതിയെക്കുറിച്ചിട്ടാണെങ്കിൽ ഒരു പോലീസുകാരൻ പറഞ്ഞു. അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. വളരെ പ്ലാൻ എന്ന് പറയുന്നത്, അയാൾ ഹെൽമെറ്റ് വെച്ചു. ഹെൽമെറ്റ് വെക്കുന്നതിന് മുമ്പ് തന്നെ അകത്ത് ഇയാൾ മങ്കി ക്യാപ്പ്, ഒരു മാസ്ക് വെച്ചിട്ടാണ് ഹെൽമെറ്റ് വെച്ചത്. കാരണം ഒരു തരത്തിലും ഐഡന്റിഫൈ ചെയ്തത് അയാൾക്കറിയാം. CCTV ഉണ്ട്. CCTVയിലെ ഐഡന്റിഫിക്കേഷനാണ് പോലീസ് പിടിക്കുന്നത് അറിയാവുന്നതുകൊണ്ട് ഒരു തരത്തിലും ഐഡന്റിഫൈ ചെയ്തെന്നുള്ള വളരെ ശ്രദ്ധയോടെ മുൻകൂട്ടിയുള്ള കരുതലോടെ വെൽ പ്ലാൻഡ് ഓപ്പറേഷനായിരുന്നു അയാൾ ചെയ്തത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അയാൾ ആ ബാങ്കിൽ വന്നു. ബാങ്കിൻ്റെ സിസ്റ്റം അയാൾ കണ്ട് മനസ്സിലാക്കി. അതൊക്കെ അയാൾ അഡ്മിറ്റ് ചെയ്തു. ആ ബാങ്കിൽ ഉച്ചയ്ക്കുള്ള സമയം ആൾ കുറവാണെന്നും പൈസ ക്യാഷ് എവിടെയാണ് വെക്കുന്നതെന്നും ഇവരെ നമുക്ക് എങ്ങനെ മറ്റ് സ്റ്റാഫിനെ ഒഴിവാക്കി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അയാൾ വളരെ നന്നായിട്ട് പഠിച്ചു. പിന്നെ അയാളുടെ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് അയാൾക്കറിയാം. വാഹനം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പോലീസിന്. CCTV ഉണ്ടായിരുന്നു. നമ്പർ പ്ലേറ്റ് അയാൾ ചാലക്കുടി പള്ളി പെരുന്നാളിന് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബൈക്കിൻ്റെ നമ്പർ, അത് ഈ നമ്മൾ പുഷ് ചെയ്യുന്ന ഞെക്കി വെക്കുന്ന നമ്പർ പ്ലേറ്റ് ഉണ്ട്, പുതിയ മോഡൽ, അതാണ് ഇളക്കിയിട്ടാണ് അയാൾ ഈ വണ്ടിയിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ വളരെ കരുതലോടെ മുൻകൂട്ടി വെൽ പ്ലാൻഡ്. ഇനി അയാൾ ചെയ്ത പരിപാടി, വാഹനത്തിൻ്റെ റിയർ വ്യൂ മിറർ രണ്ടും അയാൾ മുൻകൂട്ടി ഊരി വെച്ചിട്ട് ഇവിടുന്ന് പോയപ്പോൾ ധരിച്ച ഡ്രസ്സ് മാറി മൂന്നാമത്തെ ഡ്രസ്സ് അയാൾ ഗ്ലൗസ് വരെ ഇട്ടു. ഫിംഗർ പ്രിൻറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു തരത്തിലുള്ള ഐഡന്റിഫിക്കേഷൻ കിട്ടാതിരിക്കാൻ വേണ്ടി എല്ലാവർക്കും അറിയാം. കണ്ണിൻ്റെ റെറ്റിന ഐഡന്റിഫിക്കേഷൻ, വിരലിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഐഡന്റിഫിക്കേഷൻ, ഫേഷ്യൽ ഐഡന്റിഫിക്കേഷൻ, വെഹിക്കിൾ ഐഡന്റിഫിക്കേഷൻ, ഇതെല്ലാം തന്നെ ഒരു തരത്തിലും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അയാൾ ഓപ്പറേറ്റ് ചെയ്ത് ഡ്രസ്സ് ഐഡന്റിഫിക്കേഷൻ അയാൾ ആദ്യം ഇട്ട ഡ്രസ്സല്ല, അങ്ങോട്ട് വന്ന വഴിക്ക് അയാൾ വഴി നല്ല ഡ്രസ്സ് മാറി രണ്ടാമത്തെ ഡ്രസ്സ് ഇട്ടു. എന്നിട്ട് റൂട്ട് പ്ലാൻ ചെയ്തവരെ വളരെ ബുദ്ധിപൂർവ്വം ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞും മറിഞ്ഞും സാധാരണ നമ്മൾ പോകുന്ന സ്ട്രൈറ്റ് റൂട്ട് വിട്ടു, ഒരു തരത്തിലും കിട്ടാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ബാങ്കിൽ നേരത്തെ നല്ല ധാരണ ഉണ്ടായിരുന്നു. ബാങ്കിൽ വന്നു, നമ്മൾ കണ്ടതുപോലെ തന്നെ ഓപ്പറേഷൻ, സംശയമൊന്നുമില്ല. അതേപടി അദ്ദേഹം പറയുന്നു ചെയ്തത് ഇങ്ങനെ. നമ്മൾ ഈ സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന പോലത്തുള്ള കുറച്ച് പരിപാടിയാണ് അയാൾ ഇവിടെ കാണിച്ച് കൂട്ടിയേക്കുന്നത്. പക്ഷേ സിനിമയ്ക്കകത്തിലെ പോലീസ് അല്ലടെ റിയൽ ലൈഫിലുള്ള പോലീസ്. സിനിമയ്ക്കകത്താകുമ്പോൾ ഇത്ര നായകൻ എന്തായിരിക്കും സപ്പോർട്ടായിരിക്കും പോലീസുകാർ, അല്ലെങ്കിൽ എങ്ങനെ പോയാലും നായകനായിരിക്കും സിനിമയ്ക്കകത്ത് വിജയിക്കുക. അല്ലാതെ ഈ റിയൽ ലൈഫിൽ ഈ പരിപാടി കാണിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, സംഭവം നമ്മുടെ കേരള പോലീസാണ്, വേറെ പോലീസുകാരൊന്നും അല്ല. അപ്പോഴും എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തത്, ഈ റെറ്റിനയുടെ ഇത് ഐഡന്റിഫിക്കേഷൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതുവരെ കവർ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കിന് അത്രത്തോളം ഇതായിട്ട് അയാൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രത്തോളം വെൽ പ്ലാൻഡ് ആയിട്ട് അയാളുടെ ഒരിക്കലും ഇതൊരു ആദ്യത്തെ ശ്രമം അല്ല അല്ലേ? കാര്യം ഇത്രയും പ്ലാനായിട്ട് ഈ സാധനം വരെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഇനി ഇയാളെ എങ്ങനെയാണ് പിടിച്ചത് എന്നുള്ളത് പറയുന്നുണ്ട്. അതായത് 500ഓളം CCTV ക്യാമറകളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന്റെ ആ CCTV ദൃശ്യങ്ങൾ, അതായത് നമ്മൾ അന്ന് സംഭവം ഉണ്ടായെന്ന് ഈ ബാങ്കിന് മുമ്പിൽ നിന്ന് പുറത്തുവിട്ടിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പിന്തുടർന്ന് ഏത് ഡയറക്ഷനിലാണ് ഈ മോഷ്ടാവ് പോയത്, അങ്ങനെ ഓരോരോ CCTV ദൃശ്യങ്ങൾ ക്യാമറകൾ പരതി ഓരോ കെട്ടിടത്തിന് മുന്നിലും വീടിന്റെ മുന്നിലും അങ്ങനെ ഓരോ സ്ഥലത്തും പോലീസുകാർ കയറി ഇറങ്ങി. ആദ്യം എറണാകുളം ഡയറക്ഷനിലേക്ക് പ്രതിപോകുന്നു, പിന്നീട് ഊടുവഴികളിലൂടെ വീണ്ടും തൃശ്ശൂർ ഡയറക്ഷനിലേക്ക് എത്തുന്നു. അങ്ങനെ ഏറ്റവും അവസാനം എത്തിയ ദൃശ്യമാണ് ഇവിടെ വീടിന്റെ 200 മീറ്റർ അകലെ ഒരു വീടിന്റെ മുന്നിൽ ഇങ്ങനെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ. അപ്പോൾ ഈ പരിസരത്ത് തന്നെയുള്ള ആളായിരിക്കുമെന്ന് പോലീസ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് തിരിച്ചറിഞ്ഞത്. അങ്ങനെ ഓരോ വീടുകൾ പോലീസ് കയറിയിറങ്ങി. ഈ ഓരോ വീടുകളിൽ കയറി ഇറങ്ങുമ്പോൾ പോലും ഇത് ഇയാൾ തന്നെയാണ് അല്ലെങ്കിൽ ഇയാളാണെന്ന് എങ്ങനെ ഉറപ്പ് വരുത്തും? അതിനുള്ള ഉത്തരം കൂടെ പോലീസുകാർ പറയുന്നുണ്ട്. കളർ മാറി, ഡ്രസ്സ് മാറി, സ്യൂട്ട് മാറി, പിന്നെ പക്ഷേ ഷൂവിൻ്റെ അടിയിൽ ഒരു നമ്പർ, ഒരു കളർ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഷൂവിൻ്റെ അടിയിൽ ആ കളറാണ് ഞങ്ങൾക്ക് ഹിൻ്റായത്. ഇത്രയും സാധനങ്ങൾ മാറിയിട്ട് ഷൂ മാത്രം എന്താ നീ മാറാജെ? ഇത്രയും പൊട്ടനായിട്ടുള്ളൊരു മണ്ടനാണോ നീ? എനിക്കറിയാൻ മേലാത്തോട് ചോദിക്കുകയാണ്. ഇനി അതിനെക്കുറിച്ചിട്ട് ന്യൂസുകാർ വെച്ചേക്കുന്ന ഒരു റിപ്പോർട്ടോടെ അങ്ങോട്ട് വെക്കാം. ഷൂ റാക്കിൽ ഈ CCTV ക്യാമറയിൽ മോഷ്ടാവ് ഉപയോഗിച്ചിരുന്ന ഷൂ ഉണ്ടായിരുന്നു. കറുത്ത ഷൂവിന് മുകളിൽ ഒരു വെള്ള ബോർഡറുള്ള ഷൂ അത് അവിടെ ഇരുന്നിരുന്നു. അങ്ങനെ വണ്ടിയും ഈ ഷൂവും എല്ലാം കണ്ടപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി. ആകെ അവിടെ നിന്ന് വന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഞെട്ടിപ്പോയി. ഇതാണല്ലോ ഇത്രയും വലിയൊരു വീട്, ആ വീട്ടിലുള്ള ഒരാൾക്ക് കവർച്ച നടത്തും എന്നുള്ളത് ആരെങ്കിലും കരുതുമോ? ഇല്ല, ഒരാളും സംശയിക്കില്ല. ഇതാണ് പറയുന്നത്. എല്ലാ കുറ്റകൃത്യത്തിലും കുറച്ച് കണ്ടെത്താൻ കുറച്ച് പ്രയാസമാണെങ്കിലും നമ്മൾ പോലും അറിയാതെ പറ്റുന്ന കുറച്ച് പിഴവുകളുണ്ട്. അതാണ് ആ ഒരു കേസിൻ്റെ ആണെങ്കിൽ ഏറ്റവും എന്താ പറയുക വൈറ്റലായിട്ടുള്ള ഒരു എലമെൻ്റ് ആയിട്ട് മാറുക. ഈ ഒരു കേസിലാണെങ്കിൽ ആ ഒരു ഷൂവിലാണ് നമ്മുടെ കേരള പോലീസ് പിടിച്ചേക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ കേരള പോലീസിൻ്റെ പൊൻതൂവലാണ്. അപ്പം ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് ഈ ഒരു കാര്യം ആ ഒരു ഷൂ വെച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ് കേൾക്കണം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഇയാൾ കൂട്ടുകാരോടെ പോയി കാണിച്ചിരിക്കുന്ന കുറച്ച് പരിപാടിയുണ്ട്, അത് ഞാൻ ഇങ്ങോട്ട് വെക്കാം. നടന്ന അന്ന് രാത്രി സുഹൃത്തുക്കളോടൊപ്പം റിജോ മദ്യപിച്ചിരുന്നു. ആ മദ്യപാന സദസ്സിൽ വെച്ച് കൂട്ടുകാരെല്ലാവരും ചർച്ച ചെയ്തത് ഈ കവർച്ചയെക്കുറിച്ചാണ്. അപ്പോൾ റിജോയും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഇന്നലെ ഈ കൂട്ടുകാരെല്ലാം തന്നെ ചാലക്കുടി പോലീസ് സ്റ്റേഷന് മുമ്പിൽ വന്നിരുന്നു. അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. റിജോ എങ്ങനെ ഞെട്ടാണ്ടിരിക്കും? തലേദിവസം വെള്ളം അടിക്കുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇരുന്നിട്ട് ആരുടെ എന്നാലും ആ മോശം നടത്തിയത്, എന്നാലും എന്നെ പട്ടപ്പകൽ അവൻ്റെ ഒരു ധൈര്യം സമ്മതിക്കണമല്ലേ എന്ന് ഈ പറയുന്നവനാണ് അവിടെ പോയി മോശം നടത്തിയേക്കുന്നത്. അപ്പോൾ കൂട്ടുകാരായിരിക്കുമ്പോൾ ഓ ശരിയാ ഇവനൊക്കെ എന്തോ ഇതാ അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ താണ്ട് പത്രത്തിലാണെങ്കിൽ നേരെ ഫോട്ടോ ഇങ്ങനെ കൈയും കെട്ടിപ്പിടിച്ചുകൊണ്ട് താണ്ട് ഇങ്ങനെ ഒരൊറ്റ നിപ്പ് നോക്കുമ്പോൾ എന്താ തലേദിവസം കൂടെ ഇരുന്ന് വെള്ളം അടിച്ചെടുത്തതാണ് ഈ പറയുന്ന പോലെ ഇത്രയും വലിയൊരു കൃത്യം ചെയ്തിരിക്കുന്നത്. അപ്പോഴും ഇവന് ഭയങ്കര ധൈര്യമായിരുന്നു, അവനെ പിടിക്കൂല എന്നുള്ളൊരു വിശ്വാസമാണ് അവിടുത്തെ പോലീസുകാരൻ തന്നെ പറയുന്നുണ്ട്. അയാൾക്ക് പിടിക്കപ്പെടത്തില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അയാൾ പറയുന്നുണ്ട് അതിനാണ് ഇത്രയും ചെയ്തത്. കാരണം ഇത്ര പ്ലാൻഡ് ആയിട്ട് അയാൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? വണ്ടി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിൽ ഇയാൾ ചെയ്യുന്ന ഓരോ കൃത്യത്തിലുമാണെങ്കിൽ എത്രത്തോളം പുള്ളിയുടെ ആ ഒരു ധൈര്യം എവിടെയാണ് നമ്മുടെ കേരള പോലീസിൻ്റെ അടുത്ത് ആയതുകൊണ്ട് മാത്രമാണ് ഇത് പാളിപ്പോയത്. അല്ലെങ്കിൽ ഞാൻ ആലോചിക്കുന്നത് ഇത് ഒരു കേസിൽ മാത്രം ഇയാൾ മുമ്പ് എന്തെങ്കിലും കുറേ കേസുകൾ ചെയ്തിട്ട് ഈ ഒരു കേസിൽ മാത്രമാണ് ഇയാൾക്ക് പാളിപ്പോയിട്ടുള്ളത്. ഇനി അവിടുത്തെ ഒരു നാട്ടുകാരി പറയുന്ന കാര്യം ഞാൻ ഇങ്ങോട്ട് വെക്കാം. ചേച്ചൊന്നും കേട്ടല്ലേ, സാധാരണ ഇങ്ങനെ പോണ ഒരു വ്യക്തിനെ നമ്മളായിട്ട് നല്ല സംസാരിച്ച് വെക്കുന്നത് ഇങ്ങനെ ഒരു നമ്മൾ ചിന്തിക്കണില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്ന പോലും. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയില്ല. അയാൾക്കൊരു കുരുവില്ല, ഒരു കുരുവില്ല. അവിടെ ഫോറിനിൽ നിന്നാണെങ്കിൽ ഭാര്യ അയച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ കുവൈറ്റിൽ നിന്ന് ഭാര്യ അയച്ചു കൊടുക്കുന്ന പൈസ കൊണ്ട് നാട്ടിൽ കുന്തളിപ്പ് കാണിച്ച് നടക്കുകയാണ് ഇയാൾ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത്രയും ക്ലീൻ ഇമേജ് മേക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഇത്രയും ഒരു കൃത്യം ചെയ്തിരിക്കുന്നത്. അതാകുമ്പോൾ ഇങ്ങനൊരു സംശയം എന്നിലേക്ക് വരില്ല എന്നുള്ള അയാളുടെ വിശ്വാസം. അപ്പോഴും പാളിപ്പോയത് നമ്മുടെ കേരള പോലീസിൻ്റെ അടുത്താണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഈ ഒരു കേസ് വന്ന അന്നോട്ടാണ് എനിക്ക് തോന്നിയൊരു സംശയമാണ് ഇത്ര വെൽ എക്സിക്യൂട്ടഡ് ആയിട്ട് ഭയങ്കര സക്സസ് ഉള്ള 100% സക്സസ് ഉള്ള ഒരു മോഷണമാണിത് അല്ലേ? മോഷണത്തിന് ശേഷം മാത്രമാണ് ഇയാൾ വീട്ടിലൊക്കെ പോയിട്ട് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് അയാളെ പോലീസ് പിടിക്കുന്നത്. അപ്പോഴും സക്സസ് ആയിട്ടുള്ള ഒരു മോഷണമാണിത്. ഒരിക്കലും മോഷണ ശ്രമമല്ല, ഇത് മോഷണമാണിത്. ഓക്കെ, അപ്പം ഇത്രയും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇത്രത്തോളം ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ട് ഇയാൾ വന്നിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പം എനിക്ക് തോന്നിയ സംശയമാണ് ഇത് ആദ്യമായിട്ട് ചെയ്തൊരു കാര്യമായിരിക്കില്ല. അതിനെക്കുറിച്ചിട്ട് ഉള്ള ന്യൂസോടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. ആദ്യമായിട്ട് ചെയ്യാൻ ഉള്ളൊരു കുറ്റകൃത്യമാകാൻ സാധ്യതയില്ല. മുൻപും റിജോ ഏതെങ്കിലും തരത്തിലൊരു കുറ്റകൃത്യം ചെയ്യും. റിജോന്റെ മനസ്സിൽ വളരെ ഒരു ക്രിമിനൽ ബുദ്ധിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു മുമ്പ് നടത്തിയ കുറ്റകൃത്യം എന്താണ് എന്ന് പോലീസ് പരിശ്രമിക്കുന്നവർ കിണച്ച് ചോദിച്ച് പരിശ്രമിക്കുന്നുണ്ട്. പറയാൻ സാധ്യതയുണ്ടോ നമുക്കറിയില്ല. പക്ഷേ അതാണ് പുള്ളിയാണെങ്കിൽ ആദ്യമേ ഈ ഒരു ഇതിനകത്തോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കിന് മലയാളമല്ല പറയുന്നത്. ഓക്കെ, കൃത്യമായിട്ട് വേറെ അന്യഭാഷക്കാരിലോട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദിയിൽ ഇതാ ബോൽത്തിയത്, ഹിന്ദിയിൽ ബോൽത്തിക്കൊണ്ടാണ് അവിടെ സംസാരിച്ചത്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ കത്തി കാണിച്ച് ജൂ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കത്തി വരഞ്ഞിട്ടാണെങ്കിൽ അവിടെ ഉള്ള കുറച്ച് ആൾക്കാരെ ആണെങ്കിൽ നേരെ ബാത്റൂമിനകത്തോട്ട് കയറ്റുന്നു. എന്നിട്ട് നേരെ ആണെങ്കിൽ തുറക്കാൻ ശ്രമിക്കുന്നു, പറ്റുന്നില്ല. പെട്ടെന്ന് ഹരിബറി ആയിട്ടാണെങ്കിൽ എടുക്കുന്നു. വെറും 3 മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു കൃത്യം ചെയ്തേക്കുന്നത്. ഓക്കെ, വെറും 3 മിനിറ്റ് കൊണ്ട്. അയാൾ നോക്കുക, ഇതിൽ എവിടെങ്കിലും അയാൾ ഹെൽമെറ്റ് ഊരിയിട്ടില്ല. ഡ്രസ്സ് മാറുന്ന സ്ഥലത്ത് ഹെൽമെറ്റ് ഊരിയിട്ടില്ല. അയാൾ മിറർ റിമൂവ് ചെയ്ത സമയത്ത് അയാൾ ഹെൽമെറ്റ് ഊരിയിട്ടില്ല. ഒരിടത്ത് ഊരിയിട്ടില്ല. ഇത് പോലീസിന്റെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു പ്രൊഫഷണലിസം ഉണ്ട്. അതാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പ്രൊഫഷണലിസം എന്ന ഒരു വേർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം, അതാണ് ഞാൻ പറഞ്ഞത്. ഇനി മുൻകാലങ്ങളിലും ഇയാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടാവും. ഒരുപക്ഷെ ബാങ്കിലാവണമെന്ന് നിർബന്ധമില്ല, വേറെ രീതിയിൽ വേറെ സ്ഥലങ്ങളിലൊക്കെയാണ് ചെറിയ ചെറിയ രീതികളിലോ അല്ലെങ്കിൽ വലിയ രീതിയിലോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഭാര്യനെ പേടിച്ച കാരണത്താൽ ഇത്രത്തോളം അല്ലെങ്കിൽ ഒരു ബാങ്ക് ഒരു പട്ടാപ്പകൽ പോയി മോഷണം നടത്തുക, എങ്ങനെയോ ആയിക്കോട്ടെ, അയാളുടെ പ്ലാൻ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ നടത്തണമെങ്കിൽ ഇവിടെ ഭാര്യയോടുള്ള പേടി കൊണ്ട് മാത്രമാണ് അയാൾക്ക് ഇത്രയും വലിയ പണത്തിന് ഇത്രയും വലിയ അത്യാവശ്യം വരുന്നത്. അല്ലെങ്കിൽ ഇയാൾ
ദൂർത്തടിച്ചു എന്ന് പറയുന്ന പൈസകളൊക്കെ എങ്ങോട്ടേക്കാണ് ഈ പോയിട്ടുള്ളത്? ഞങ്ങളുടെ കാൽക്കുലേഷൻ എല്ലാം കറക്റ്റാണ്. ഇയാൾ 3 ദിവസം മുമ്പ് ബാങ്കിൽ വന്നു. ഞങ്ങൾ 3-4 ദിവസം മുമ്പ് ഇയാൾ ബാങ്കിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം കാണാൻ വേണ്ടി. ഒരു ATM കാർഡുമായിട്ട് ATM കാർഡിൽ വർക്ക് ചെയ്യാത്ത ATM കാർഡ് കൊണ്ടിട്ടിട്ട് അത് കേടാന്ന് പറഞ്ഞ് ഇയാളകത്ത് കയറി. എൻ്റെ മോനെ അയാളുടെ പ്ലാൻ നോക്കണം. അതിനകത്തെ ഇന്റീരിയേഴ്സ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയാനെ കൊണ്ട് വർക്ക് ചെയ്യാത്ത എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കാർഡ് കൊണ്ട് പോയിട്ടാണ് ഈ പരിപാടിയൊക്കെ ഇയാൾ നോക്കിയേക്കുന്നത്. വിളിക്കുന്നുണ്ട് ഫോണിൽ. റോഡ് സൈഡ് ആണല്ലോ, കൂടുതൽ സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. അതാണ് അയാൾ സ്പീഡപ്പ് ചെയ്ത് നല്ലൊരു എമൗണ്ട് കിട്ടിയല്ലോ. നേരെ 3 വണ്ടിയിൽ തന്നെ പെട്ടെന്ന് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. അതാണ് ആദ്യം ഒരു വാർത്ത നമ്മൾ കുറേ ആൾക്കാർ ഇങ്ങനെ എവിടെയൊക്കെ പറയുന്നത് കേട്ടോ. അതായത് അത്രത്തോളം മഹാമനസ്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു കള്ളൻ എന്ന് പറയുന്നത്. കാര്യം ഇത്രയും ലക്ഷങ്ങൾ ഉണ്ടായിട്ടും കുറച്ച് പൈസ മാത്രമേ, എനിക്ക് ആവശ്യമുള്ള പൈസ മാത്രം ഞാൻ എടുത്തുകൊണ്ട് പോയുള്ളൂ എന്നുള്ളത്. അത് അന്ന് എനിക്ക് ഭയങ്കര കോമഡി തോന്നുന്ന സംഭവമാണ്. ഇത്രയും പൈസ ഉണ്ടായിട്ട് അത് കുറച്ച് പൈസ മാത്രം അയാൾ വെച്ചിട്ട് പോകാൻ അത്രയ്ക്ക് മണ്ടനാണോ അയാൾ? അതും പട്ടാപ്പകൽ ഇത്രയും ധൈര്യം കാണിക്കുമ്പോൾ സംഭവം ഇതാണ്. നൈസായിട്ടൊന്നും പണി വാളുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് അയാൾ ആ രീതിയിൽ പോയിട്ടുള്ളത്. ഇനി ഇയാൾ ആരാണെന്നും എന്താണെന്നും എന്നുള്ള ഇയാളുടെ ഒരു ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. കൊടിയ ദൂത്തിൽ ജീവിച്ചിരുന്ന ആളാണ് റിജു ആന്റണി എന്നോട് മനസ്സിലാക്കാൻ. ആ ദൂർത്ത് എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഭാര്യ വിദേശത്താണുള്ളത്. അവിടെ പാവം കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ്. കഷ്ടപ്പെട്ട് പണിയെടുത്ത് നാളെ ഒരു കാര്യത്തിൽ നാട്ടിലേക്ക് ഇയാളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന പണം എടുത്ത് ഇയാൾ പൊടിച്ചു കളയായിരുന്നു, ധൂർത്തടിക്കുകയായിരുന്നു. അത് സുഹൃത്തുക്കളുമായി മദ്യപിച്ചും അല്ലാതെയും ഒക്കെ ആ പണം അങ്ങനെ തീർത്ത് കളഞ്ഞു. അടുത്ത മാസം ഭാര്യ വരുന്നു. ഭാര്യ വരുമ്പോൾ സ്വാഭാവികമായും പണം അവിടെ അന്വേഷണം ഉണ്ടാകും. അതിനുള്ള മറുപടി എന്നുള്ളതിലേക്കാണ് ഇയാൾ ബാങ്കിലേക്ക് കടന്നു കയറി 15 ലക്ഷം രൂപ മുട്ടിച്ചെന്നോട് മനസ്സിലാക്കാൻ. ഇതാണ് ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇതായിട്ട് കൺഫ്യൂഷൻ ആയിട്ട് കിടക്കുന്നത്. ഒരു ഭാര്യ പേടി പറയുമ്പോൾ നമ്മൾ ഭയങ്കര കോമഡി ആണെങ്കിലും ഭാര്യ പേടി കൊണ്ടൊരു മോഷണം, അതൊരു ബാങ്ക് കൊള്ളടിക്കുന്ന ഒരു രീതിയിൽ അത്രത്തോളം വലിയൊരു രീതിയിലൊക്കെ അയാൾ പോയിട്ടുണ്ടെങ്കിൽ ഭാര്യ പേടി കൊണ്ട് മാത്രമാണോ? ഇപ്പോഴും പോലീസുകാർ തന്നെ പറയുന്നുണ്ട്, അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ കൺവിൻസ്ഡ് അല്ല. പുള്ളിയാണെങ്കിൽ പൈസ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും ഓരോ അവിടെയാണെന്നും ഇവിടെയാണെന്നും കുറേ കൺഫ്യൂഷൻ ഇവരെ തന്നെ അടുപ്പിക്കുന്നുണ്ട് എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഭാര്യ പേടി കൊണ്ട് ഇത്രയും വലിയൊരു കൃത്യം ചെയ്യണമെങ്കിൽ അത്രയ്ക്കും ക്രൂരയാണോ? അല്ലെങ്കിൽ തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭാര്യ ആണെങ്കിൽ ഇയാളുടെ തലമണ്ട അടിച്ച് പൊട്ടിക്കോ? അത്രയും വലിയ ക്രൂരയാണോ ഇയാളുടെ ഭാര്യ? കറക്റ്റായിട്ട് അറിയില്ല. അയാൾ ഒരു വില്ലേജ് ഓഫീസർ ആയിരുന്നു. അപ്പൻ അത്യാവശ്യം സാമ്പത്തിക ശേഷി മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുള്ള വ്യക്തിയാണ്. കേട്ടില്ല, ഇയാളുടെ അച്ഛൻ വില്ലേജ് ഓഫീസറാണ്. അത്യാവശ്യം സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇയാൾ ദൂർത്തടിക്കുന്ന ആയിക്കോട്ടെ, അപ്പോഴും ഇയാൾക്ക് പൈസ കണ്ടെത്താൻ മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട്? മൂത്ത മോൻ +1 പഠിക്കുന്ന, രണ്ടാമത് 4-5 പഠിക്കുന്ന ചെറിയ കുട്ടിയാണ്. എന്തായാലും മക്കൾക്ക് എന്തായാലും കുശാലായിട്ടുണ്ട്. സ്വന്തം അച്ഛൻ കള്ളനാന്നുള്ള അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നാളെ ആ മക്കൾക്കും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കിന് കള്ളൻ്റെ മക്കൾ എന്നുള്ള പേരിൽ അവരറിയുള്ളൂ. നാളെ ഇനി എന്തെങ്കിലും അവരുടെ ചുറ്റുപാടിൽ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ അവരിലോട്ടും ആളുകൾ സംശയം തോന്നും, ഇവരാണോ ഇനി മോഷ്ടിച്ചത് എന്നുള്ളതിലേക്ക് അവർക്ക് ഈ പറയുന്ന ബ്ലെയിം കേൾക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോഴും എൻ്റെ സംശയം ഇതാണ്, ഭാര്യ പേടിച്ചിട്ട് ഇത്രയും വലിയൊരു ക്രൈം ചെയ്യുമോ? നല്ലപോലെ മദ്യപിക്കുന്ന ആളാണ്, അയാൾ സമ്മതിക്കുന്നുണ്ട്. ഈ കൊണ്ടുപോകുന്ന പൈസ കുറച്ച് പൈസ അയാൾ ഒരു കുപ്പി ലിക്കർ വാങ്ങിച്ചെന്ന് പറയുന്നുണ്ട്. ആ കോൺഫിഡൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു. കാര്യം ഇത്രയും വലിയൊരു ക്രൈം ചെയ്തിട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ മദ്യം വാങ്ങിച്ചുകൊണ്ട് പോവുക. ആ മഹാമനസ്കത നമ്മൾ കാണാതെ പോലെ അതിൻ്റെ ഇടയ്ക്ക് ആ മദ്യത്തിനോടുള്ള പ്രണയം. ഓക്കെ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും ധൈര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും പട്ടാപ്പകൽ ഒരു ബാങ്ക് കൊള്ള അടിച്ചിട്ട് വന്നിട്ട് നേരെ പോയിട്ട് ബിവറേജ് കയറി സാധനം എടുത്തിട്ട് പോകാന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് എന്തോന്നറിയത്? ഞങ്ങൾ അവസാനം ഈ എൻഡോർക്ക് സ്കൂട്ടർ എന്ന് പറയുന്നത് അതിലൊരു GPS സംവിധാനമുണ്ട്. ഇൻബിൽറ്റ് ഉണ്ടോ എന്നൊരു സംശയം വന്നിട്ട് ഞങ്ങൾ ഫോൺ പേ ചെയ്താന്ന് നോക്കി. അതുവരെ ഞങ്ങൾ പരിശോധിച്ചു. അതിൽ ഞങ്ങൾക്ക് ചില സൂചന കിട്ടി. അതൊന്നും ഞങ്ങളിപ്പോൾ പറയുന്നില്ല. പോലീസുകാർക്ക് അങ്ങനെ കുറച്ച് സൂചന കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ എൻഡോർക്ക് ബൈക്കിനാണെങ്കിൽ ഇപ്പം അത്യാവശ്യം നല്ല പേരാണെങ്കിൽ ഇപ്പം മീഡിയസിനകത്തോട് വരുന്നുണ്ട്. ഞാനൊരു ക്ലിപ്പ് ഇങ്ങോട്ട് വെക്കാം. പത്രത്തിൽ ഒരു പരസ്യം കൂടിയുണ്ട് ഈ ബൈക്കുമായി ബന്ധപ്പെട്ട ഒരു പരസ്യം. അത് അൺമാച്ച്ഡ് ആൻഡ് അൺസ്റ്റോപ്പബിൾ എന്നാണ് ഇന്ന് TVS എൻടോർക്കുമായി ബന്ധപ്പെട്ട ഒരു പരസ്യം വന്നിരിക്കുന്നത്. അൺമാച്ച്ഡ് ആണ്. അന്വേഷണം നടത്തിയ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ആളുകളെയും സ്റ്റോപ്പ് ചെയ്യാൻ പോലീസിന് കഴിയുമെന്ന് കൂടി ഇതിൽ വ്യക്തമാക്കുന്നു. അത് ഏത് ബൈക്ക് എടുത്ത് പോയാലും അതിൽ ചില എൻ്റെ പൊന്നെ, അവരുടെ ആ ഒരു വാക്യത്തിന് ഇത്രയും വലിയൊരു അടി കിട്ടാനെ കൊണ്ട് വേറെ ഒന്നുമില്ല. തഗ് ലൈഫാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഒരു കേസ് കൊണ്ട് എൻഡോർക്ക് ബൈക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, എന്നാലും ഞാൻ എൻ്റെ ചില സംശയങ്ങൾ പറയുന്നത് ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിക്കട്ടെ, ഒരു ഭാര്യ പേടി കൊണ്ടിട്ട് ഇത്രയും വലിയൊരു ക്രൈം പട്ടാപ്പകല ഒരു ബാങ്കിൽ കയറിയിട്ട് കൊള്ള നടത്താനും മാത്രം അയാൾക്ക് എങ്ങനെ സാധിച്ചു? അല്ലെങ്കിൽ അത്രയ്ക്ക് ഭീകരയാണോ ആ ഒരു ഭാര്യ എന്ന് പറയുന്നത്? കാര്യം ഇയാളുടെ അച്ഛനെന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു വില്ലേജ് ഓഫീസറാണ്. അല്ലാതെ ഇയാൾക്ക് നല്ല ഫിനാൻഷ്യലി നല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഓക്കെ, ദൂർത്തടിച്ച് കുറേ പൈസയും കാര്യങ്ങളൊക്കെ പോയെന്നിരിക്കട്ടെ, വീട്ടിലൊരു കാറുണ്ട്. അങ്ങനെ ഇയാൾക്ക് പറയുന്ന ഈ പൈസ കണ്ടെത്താനെ കൊണ്ട് ഇയാളുടെ മുന്നിൽ പല വഴികളുണ്ട്. ദെൻ വൈ ഇത് മാത്രം ഇയാൾ ചൂസ് ചെയ്തു ഇത്രയും പ്ലാൻ ചെയ്തിട്ട്? എന്നിട്ട് മുൻപ് ഇയാളുടെ ഇത്തരം ശ്രമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മോഷണ ശ്രമം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പം ഇയാൾ ഈ ദൂർത്തടിച്ച് കളയുന്ന പൈസയൊക്കെ എങ്ങോട്ടേക്കൊക്കെയാണ് പോയത്? അപ്പം ഇത്തരം ചില സംശയങ്ങൾ എനിക്ക് തോന്നിയാണ് ഈ ഒരു കേസിൽ. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ശരി, ബൈ.